എന്താ രവി ഇത്? അന്നോട് ഞാൻ പറഞ്ഞാലേ ഇത് വലിക്കരുതെന്നുള്ളത്. ഞാനീ വരാൻ വയ്യോണ്ട്. ആ അത് ശരി, വരാൻ വയ്യോണ്ട് വലിച്ചാലേ. ഞാൻ വൈകിയതേ ജമീൽ ഉണ്ടാക്കിയ ഇറച്ചിക്കറി അന്റെ പുഷ്പക്ക് കൊടുക്കാൻ തന്നിട്ടോ. അത് ഉണ്ടാക്കാനുള്ള ചെറിയൊരു വെക്കല് അത്രേ വെക്കുള്ളൂ. പിന്നെ ഇത് ജമീൽ ഉണ്ടാക്കിയ ഇറച്ചിക്കറി പത്തിരി ഉണ്ട്. അന്റെ ഓക്കത് വലിയ ഇഷ്ടാ. ഓക്കത് ഇറച്ചിക്കറിയാണ്. ഇഷ്ടാണോന്നോ? ഓ ഇങ്ങനെ ഇറച്ചിക്കറി വല്ലാത്തൊരു സാധനാട്ടോ. കുറിച്ചല്ലേ കുറച്ച് കഴിഞ്ഞിട്ടാക്കാം. അതാണ്. പിന്നെ ഒരു 4 വായുടി മൂടാണ്. അപ്പാണി കഴിഞ്ഞിട്ട് ഈമിലെടുക്കണം. ഇന്നത്തെ ഏകദേശം ആയിക്കോട്ടെ. മഴ കഴിഞ്ഞാൽ നാട്ടുകൂടി വീണാക്കാം. അല്ല, നമ്മള് ലവകുശന്മാർ ഇതിലെങ്ങ വന്നോ? ആര്? മജീദിന്റെ വിയോ? അതെ, അവര് പണി കഴിഞ്ഞിപ്പം വരും. എന്താ ബാബു? അതാ വരുന്ന. ഞാൻ നിങ്ങൾ കാണാൻ കാത്തിരിക്കായിരുന്നു. അതെ, എന്താവൂ? എവിടെയാ ഇപ്പൊ പണി? ഞങ്ങൾക്ക് ചങ്കാറ്റാഴ്ച കൂടി 2 ദിവസം പണിയുണ്ട്. എന്ത്? അതെ, വീട്ടിൽ ചെറിയൊരു പണിയുണ്ട്. ഒരാൾക്കുള്ള പണിയുള്ളൂ. ആകെ 4 തെങ്ങ് തുറക്കണം. നിങ്ങൾ 2 കൂടിയല്ലേ വരൂ. ഞങ്ങള് വരാം. ഞങ്ങൾ വിളിച്ചറിയിക്കാം. എന്നാ പോട്ടെ. വല്ലാത്തൊരു ജന്മങ്ങളാണ് വരും. ഈറ്റ മുറിച്ചിട്ടാ മുറിയിലേ. മാറിക്കുന്നേ. ഡോക്ടറോട് എല്ലാ കാര്യവും പറയണേ. അതൊക്കെ പറയാ പുഷ്പേ. പിന്നെ പോണ പോക്കില് മജിദ്ഖാനെ കാണുകയാണെങ്കിലേ ജമീലത്താന്റെ ഇറച്ചിക്കറി എങ്കേമായിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്കണേ. അതൊക്കെ പറയാ പുഷ്പേ. പിന്നെ അടുത്ത ഓണത്തിന് അവരിങ്ങോട്ട് വരാനുള്ളതാ. നമ്മുടെ സദ്യാന്ന് കേട്ട അവർക്ക് കിട്ടിയാ മതി. നമ്മുടെ സാമ്പാർ, എരിശ്ശേരി, പുളിശ്ശേരി എന്തിട്ടാന്ന് അവർക്കറിയോ? എന്നാ ഞാൻ പോയി തരട്ടെ. ഞാൻ പറഞ്ഞത് മറക്കല്ലേ. ഇല്ല പുഷ്പേ. രവി, ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയി. ഡോക്ടർ എന്താ? ECG എടുത്തു. ഒരു ചെറിയ വേരിയേഷൻ. അത് സാരില്ല. ഈ മരുന്ന് തന്നു. അത് കഴിച്ചാൽ മതിയെന്നാ. നീ എവിടാ? ഞാൻ നിന്നെ കാണാൻ തന്നെ ഇറങ്ങിയതാ. ഒന്നുമില്ല. എന്താ ഈ കാര്യം പറയുന്നത്? അതിപ്പോ വേണ്ട. പിന്നെ നീ എന്തിനു വേണ്ടി എന്നെ പിടിച്ചെടുത്ത്? ഞാൻ പോവാ. അതെ, എന്റെ മരുമകൻ ദുൽഖർ. അവനെന്താ പറ്റി? അവന് ഗൾഫ് പോകാൻ വിസ ശരിയായി. അത് നല്ല കാര്യല്ലേ. പോയിക്കോട്ടെ. ഉള്ളതൊക്കെ വിറ്റ് പെറുക്കി കുറച്ച് പൈസ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ മതിയത്? എന്റെ കയ്യിലൊന്നും ഇല്ലാന്ന് എനിക്കറിയാലോ. ഒന്നടച്ച ഉടനെ അയച്ചു. അവിടെ കമ്പനിയിലേക്കാ പോണത്. അത് പുഷ്പന്റെ കാര്യത്തിൽ ആ മാലൊന്ന് കിട്ടിയാല് അത് കുറച്ചു ദിവസത്തേക്ക് മാത്രം മതി. മജീദേ, ഒന്നും തോന്നരുത്. അതെനിക്ക് തരാൻ പറ്റൂല. എടാ, ഞാനത് അത് മാത്രം മജീദ് എന്നോട് പറയരുത്. അത് തരാൻ പറ്റൂലടാ. രവി, നിന്റെ കാല് ഞാൻ പിടിക്കാം. എനിക്ക് നിന്നോടല്ലാതെ ആരോടാ ചോദിക്കാനുള്ളത്? ഒന്ന് സഹായിക്കും.
അതെന്തായാലും തരാൻ പറ്റൂലടാ, അതുകൊണ്ടല്ലേ പറഞ്ഞ്. വേണ്ടടാ, നിന്റെ ഒരു അടക്കി എനിക്ക് വേണ്ട. ഞാനൊന്ന് പറയട്ടെ മജീദേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ അടുത്ത് നിന്ന് ഇത്ര ഞാൻ പ്രതീക്ഷയില്ല. ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കാൻ എനിക്ക് കഴിയൂല. നീ ഒന്നും പറയണ്ട. മജീദ്, ആ മാല ഒരു അത്യാവശ്യം ഉണ്ടെന്നല്ലേ ചോദിക്കണേ. ഒരു പ്രശ്നമായി പോയാലും. നീ പറയുന്ന സമയത്ത് എടുത്തു പറഞ്ഞില്ലേ? മജീദ്, ഞാൻ പറയുന്നത് കേൾക്കണോ? പിന്നെ നീയൊക്കെ എന്തിനു ചങ്ങായി ഞാൻ പറയട്ടെ, അങ്ങോട്ട് പറയുന്നത്. കണ്ണാടി വേണം. അത് വേറെ പ്രശ്നം. മജീദേ, രവി, എന്താ ഇത്? റോഡ് കിടന്ന് ബഹളം വെക്കുന്നത് നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ. എന്തു പറ്റി? എന്ത് പറയാൻ സമ്മതിക്കണ്ടേ? ഞാനൊരു അത്യാവശ്യത്തിന് ഞാനൊന്ന് പറയാം. രവി, നീ ഇപ്പം പോയിക്കോ, നമുക്ക് പിന്നീട് സംസാരിക്കാം. എനിക്കൊരു വിഷമം വന്നപ്പോ എന്താ ഞാനൊരു കാര്യം, എന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിച്ചൂടെ? ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ മരിച്ചു കഴിഞ്ഞാല് എന്റെ മയ്യത്ത് കാണാൻ വരെ വന്നേക്കരുത്, മനസ്സിലായോ? മജീദേ, രവി, ഈ പോയിക്കോ. ഓനൊക്കെ സ്നേഹിച്ച് കൂടി പറ്റുള്ള കാരാ. എന്താണ് രവി, ഈ പോയിക്കോ. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ മനുഷ്യന്മാരെ കൊണ്ട് പറയും. ഓനൊക്കെ ചെയ്ത പണിയുണ്ടോ? ഏത് കോലത്തില് ഞാൻ അവനെ കുട്ടിയെടുക്കുന്നേ? പുഷ്പേ, പുഷ്പേ, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടോ പുഷ്പേ. ദാ. ഡോക്ടർ എന്തു പറഞ്ഞു? കാര്യായിട്ടൊന്നുമില്ല. എന്നാൽ എന്താ ഒരു ക്ഷീണം? ഒന്നുമില്ല പുഷ്പേ. എന്താ രവിയേട്ടാ, പറയ്. ഇവിടുന്ന് പോകുമ്പോ എങ്ങനെയല്ലല്ലോ, എന്തു പറ്റി? ഒന്നുമില്ല പുഷ്പേ. അതെ, നമ്മുടെ മജീദുമായി ചെറിയ വർത്താനുണ്ടായി. നമ്മളെ മജീദക്ക് അവന്റെ മരുമോന് ഗൾഫ് പോവാൻ ഒരു വിസ തിരിയായിട്ടുണ്ട്. അവന്റെ കയ്യിൽ കുറച്ച് പണം കൊണ്ടു. നിന്റെ മാല ചോദിച്ചു, ഞാനത് തരില്ല എന്ന് പറഞ്ഞു. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഈ മാല അങ്ങോട്ട് കൊടുത്തുടായിരുന്നോ? നിങ്ങൾ അങ്ങനെ നിൽക്കുന്നവരല്ലേ? അത് ശരിയാവോ? എന്താ ഞാൻ ഈ മാലയായിട്ട് എങ്ങോട്ടാ പോണത്? നിങ്ങൾ എങ്ങനെ കഴിയുന്നവരാ? ആരുടെങ്കിലും പറയാൻ പറ്റൂ ഇത്? ആരും കേട്ടാ എന്തിനു പറ്റൂ? അത് കൊടുക്കാൻ പറ്റൂല പുഷ്പേ. ശരിയായില്ല, ഇതൊരിക്കലും ശരിയായില്ല. നിങ്ങളൊക്കെയാണോ ആത്മസുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് നടക്കുന്നത്? ഉറ്റ സുഹൃത്തുക്കൾക്ക് ഒരു ആവശ്യം വന്നപ്പോൾ സഹായിക്കാത്ത നിങ്ങളൊക്കെ ഒരു മനുഷ്യനാ? പുഷ്പേ, എനിക്കൊന്നും കേൾക്കണ്ട. വാസേട്ടാ, ഒരു ചായ. തേങ്ങ ചുരുങ്ങി. ഇവിടെ ദാസാരോടെ കളിക്കത്ത് പറഞ്ഞില്ല പീടിയനെ മണകം വേണ്ട. ആ പിഞ്ചു ബാലികയെ കഴുത്ത് ഞെരിച്ചു കൊന്നു. എന്താ നമ്മുടെ നാടിന്റെ സ്ഥിതി? എവിടേക്കാ നമ്മുടെ നാടിന്റെ പോക്ക്? മക്കൾക്കൊക്കെ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത കാലായി. 5 വയസ്സുള്ള ആ കുട്ടിയെ എത്ര ക്രൂരമായിട്ടാ കൊന്നത്. ഇവനൊക്കെ വെടിവെച്ച് കൊല്ലണം.
എന്ത് ചെയ്താലും ജയിലിൽ കിടന്നാ മതി. ജയിലിലൊക്കെ ഇപ്പൊ എന്താ സുഖം. ഭക്ഷണത്തിന് ഭക്ഷണം, ജോലിക്ക് ജോലി, എല്ലാം സുഭിക്ഷം. എന്നാണാവോ ഈ നാടൊന്ന് നന്നാവുക? അല്ല മജീദേ, എന്റെ കളിത്തോഴൻ എവിടെ? കണ്ടില്ലല്ലോ. അവര് തമ്മിൽ ചെറിയൊരു പിണക്കം. പിണക്കോ? കാതു വരുമ്പോ പിണങ്ങേ? ഈ എന്താ പറയുന്നത്? വന്നല്ലോ രവി. ആ വാസേട്ടാ ഒരു ചായ കേട്ടോ. ഏത് കലങ്ങിയ വെള്ളവും ഒരു സമയം തെളിയും ജോസേ. ആര് തോൽപ്പിച്ചാലും തോന്നില്ല. മജീദേ, ചിലവർക്കൊക്കെ ഇവിടെ ഒരു ധാരണ ഉണ്ട്, ഞാനില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കൂല. മജീദേ വേണ്ടേ? ജോസേ, ആപത്ത് സമയത്ത് സഹായിക്കാൻ പറ്റാത്തനൊക്കെ എന്ത് ചങ്ങായിയാ? ഞമ്മള് കുടുങ്ങുമ്പോ ഞമ്മളെ നോക്കണോരാ ചങ്ങായി, അന്ന പോലത്തെ. ഈ ഒന്ന് നിർത്തുന്നുണ്ടോ? ഒരു കൂടപ്പിറപ്പിനെ പോലെ കരുതിയ ഞാനാണ് വിട്ടി. പഠിച്ചോൻ എന്നൊരാള് മോളിലുണ്ട്, അതെല്ലാരും മനസ്സിലാക്കണേ നല്ലതാ. മജീദേ, നീ രവിയെ കാണാൻ പോയില്ല? എന്തിന്? ഓൻ ചാരാ? എന്നാലും അവനെ ഒന്ന് കാണാമായിരുന്നു. ഞാൻ അങ്ങോട്ട് പോവാ, അവൻ വീട്ടിലെത്തിയിട്ടുണ്ട്. എനിക്കാരും കാണണ്ട. നീ അത് പറയരുത്. അല്ല, ജോന് വെക്കാത്ത വരാൻ വന്ന ഈ തന്നെ പറഞ്ഞ ഞാൻ അടുത്താഴ്ച തരൂ. എനിക്ക് വേറെ എന്തെങ്കിലും പറയണ്ടോ? പറയാണ്ട്. നീ കുറെ നേരമായല്ലോ എന്റെ പണം എന്ന് പറയുന്നു. എന്താ എനിക്ക് വേണ്ടേ? വേണം. ആ കാശ് എന്റെ നല്ല മജീദേ. അത് ആരോടോ വാങ്ങിയായിരിക്കും. അത് ഞാൻ തരാന്ന് പറഞ്ഞില്ലേ? എടാ മജീദേ, നിനക്ക് തന്ന കാശ് അത് രവി തന്നതാ. ഇത് നല്ല തമാശ. ഇരിക്കേണ്ട മജീദേ, എന്നാ നിനക്കൊന്ന് കേൾക്കണം. ഞാൻ നിന്നെ ഏൽപ്പിച്ച കാശ് രവിയുടെ ആധാരം പണയം വെച്ച് അവനെന്നെ ഏൽപ്പിച്ച കാശാ. നീ അറിയരുതെന്ന് അവൻ പ്രത്യേകം പറയുകയും ചെയ്തു. നേരാണ് ജോസഫ് പറയുന്നത്. ഒരു വഴിയില്ലാത്തതുകൊണ്ടാ അവൻ അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ജി കളവ് പറയാണോ? സത്യമാണോ ഈ പറയുന്നേ? എനിക്കോനെ കാണണോ? രവി എനിക്കിപ്പോ കാണണോ? എന്റെ കൂടെ ഞാൻ വരാം. വാ. ആ മജിദുക്ക, കേറിയിരിക്കേ. ജോസേ വാ. മജീദേ, ഇരിക്കും. രവി,
എന്നോടിത് വേണ്ടിയിരുന്നടാ. എന്നാലും അനക്ക് എന്നോടൊന്ന് പറയാമായിരുന്നു. എന്തായിട്ട് മജീദേ? ഈ പുഷ്പന്റെ മാല തരാൻ മതി പഠിച്ചപ്പോ ഈ ഒരു സത്യം ഇവൾക്ക് പോലും അറിയില്ല. നമ്മുടെ ചന്ദന്റെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി അവൻ കുറച്ച് പണം കടന്നു. ഒരു ജീവന് വേണ്ടി അവൻ ചോദിച്ചപ്പോ കുട്ടിയോട് പോലും കള്ളം പറയേണ്ടി വന്നു. നിന്റെ മാല ഒന്ന് പുതുക്കി പണിയാമെന്ന് പറഞ്ഞ് ഞാൻ അതിന് ചന്ദൻ കൊടുത്തു. ഈ മാല വെറും മുക്ക് വേണം. ഈ മാല എനിക്ക് എടുത്ത് തരാൻ പറ്റുമോ? അത് നീ അന്ന് ഞാനിത് പല തവണ പറയാൻ ശ്രമിച്ചതാ, നീ സമ്മതിച്ചില്ല. ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ കുട്ടിയോട് പോലും. ചിലരങ്ങനെയാ, എല്ലാം ഉള്ളിലൊതുക്കി കഴിയും, ഒന്നും പുറത്തു പറയില്ല. കൂടപ്പിറപ്പിനേക്കാൾ അധികം നമ്മൾ സ്നേഹിച്ചു പോയി. സ്നേഹബന്ധത്തിന്റെ വില നാം വേറിട്ട് മനസ്സിലാക്കണം. അതൊരു സത്യമാണ്. പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കൂലടാ. നിന്നോടല്ലാതെ ഞാൻ ആരോടാ ക്ഷമിക്കുക? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവര് വേർപിരിക്കാൻ ആർക്കും കഴിയില്ല. അതാണ് ഇവർ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാന